എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. പുതിയ രാവിലെ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. മലയാളികളായി ജനിച്ചതിൽ അഭിമാനം കൊള്ളാത്തവരുണ്ടാകില്ല. നമ്മുടെ വശ്യമായ പ്രകൃതി സൗന്ദര്യവും സമസ്ത മേഖലകളിലെ നമ്മൾ മലയാളികളുടെ നേട്ടവുമെല്ലാം എന്നും ലോകത്തിന് മുന്നിൽ കേരളത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇന്ന് 69ാം കേരളപ്പിറവി ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ വളരെ സുപ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് കൂടി നമ്മൾ നടത്തുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രത്യേക സഭാ സമ്മേളനം രാവിലെ ചേരുന്നുണ്ട്. വൈകിട്ട് പ്രൗഢഗംഭീര പരിപാടിയും എല്ലാം നമുക്ക് നോക്കണം വിശദമായി. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ അതായിരിക്കും. അപ്പോൾ നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ന്യൂസ് 18 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇന്ന് കേരളപ്പിറവി ദിനം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കും. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം രാവിലെ 9-ന്. 5 ലക്ഷത്തിലധികം അതിദാരിദ്ര്യ റേഷൻ കാർഡുകാർ ഉള്ള സംസ്ഥാനം എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകുമെന്ന് പ്രതിപക്ഷം. കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും പങ്കെടുക്കുന്ന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരത്ത്. തർക്കങ്ങളെ തുടർന്ന് മാറ്റിവെച്ച KPCC ഭാരവാഹി യോഗം ഇന്ന്. DCC അധ്യക്ഷന്മാരും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും പുനഃസംഘടനയിലെ തർക്കങ്ങളും ചർച്ചയായേക്കും. നേതൃയോഗം കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ. കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം തുടരാൻ സമരസമിതി. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ സമരവേദി അമ്പലമുക്കിലേക്ക് മാറ്റും. ഭരണകൂടവും പോലീസും ഫ്രഷ് കട്ടിന്റെ പാർട്ട്ണർമാരെ പോലെ പെരുമാറുന്നുവെന്ന് സമരക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം ഇന്ന് അവസാനിക്കും. സമരം പ്രാദേശിക തലത്തിൽ തുടരുമെന്ന് സമരസമിതി. സമര പ്രതിജ്ഞാ റാലി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ 1ാം ഘട്ട പരസ്യ പ്രചാരണം ഇനി 3 ദിവസം കൂടി മാത്രം. NDA പ്രകടന പത്രികയെ വിമർശിച്ച് ഇന്ത്യ സഖ്യം. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നാളെ പട്നയിൽ. വിശദമായി കടക്കുകയാണ് രാവിലെയിലേക്ക്. ഇന്ന് കേരളപ്പിറവി ദിനം. ഐക്യ കേരളം രൂപീകൃതമായിട്ട് 69 വർഷങ്ങളാകുന്നു. 1956 നവംബർ 1-നാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകൃതമായത്. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങളും ചേർന്നാണ് ഐക്യ കേരളം എന്ന സ്വപ്നം പൂവണിഞ്ഞത്. പുരോഗമന കാഴ്ചപ്പാടുകളിലൂടെ കാലാന്തരത്തിൽ നമ്മുടെ മലയാളം ജീവിത നിലവാരത്തിൽ ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ഉയർന്ന സാക്ഷരതാ നിരക്ക്, മികച്ച ആരോഗ്യ മേഖല, സാംസ്കാരിക പാരമ്പര്യം എന്നിവ കേരളത്തെ ലോക ശ്രദ്ധയിൽ എത്തിച്ചു. കഥകളി, മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങളും ഓണം പോലെയുള്ള ദേശീയോത്സവങ്ങളും നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു. ഇന്നിതാ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമെന്ന ഖ്യാതി കൂടി കേരളം നേടിയെടുത്തിരിക്കുന്നു. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് നടക്കും. ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഏക അജണ്ട. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ള ക്ഷേമ പദ്ധതികളും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രസ്താവനയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ശനിയാഴ്ച സമ്മേളനം ചേരുന്നത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സഭയിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്.
നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പിലേക്ക് കൂടി കേരളം കടക്കുകയാണ്. ഇന്ന് പ്രത്യേക സഭാ സമ്മേളനം ചേരുകയാണ്. അതിൽ പ്രധാന അജണ്ടയായി വരുന്നത് തന്നെ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് സഭയിൽ ഉണ്ടാകുന്ന ഏക അജണ്ട. മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടാകും ഈ സർക്കാരിൻ്റെ കാലത്തെ. പക്ഷേ അവിടെ വലിയ ഒരു പ്രതിഷേധത്തിനാണോ പ്രതിപക്ഷം ഒരുങ്ങുന്നത്? എന്തായിരിക്കാം ഇന്ന് സഭയിലെ പ്രതിപക്ഷത്തിന്റെ ടേക്ക്? ആര്യ, ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നടത്തുന്ന പ്രസ്താവന മാത്രമാണ് ഈ ഏകദിന സമ്മേളനത്തിന്റെ ഏക അജണ്ട. ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു സംസ്ഥാനം. ഓരോ ജില്ലകളായി അതിദാരിദ്ര്യമുക്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കേരളം സംസ്ഥാനം ഒന്നടങ്കം അതിദാരിദ്ര്യമുക്തമായി മാറുന്നു. ലോകത്ത് തന്നെ അത്തരത്തിൽ രണ്ടാമത്തെ ഭൂപ്രദേശമായി സംസ്ഥാനം മാറുന്നു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അത്തരമൊരു അവകാശം ഉന്നയിക്കാൻ കഴിയില്ല. കേരളം ആ ഒരു തലത്തിലേക്കാണ് വീണ്ടും ഉയർത്തപ്പെടുന്നത്. അത് ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കും. മറ്റെന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ്? കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഒരു പിടി പ്രഖ്യാപനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഒരു ബജറ്റിന്റെ ക്ഷേമ വിഭാഗങ്ങളിൽ പ്രഖ്യാപനങ്ങൾ ഉള്ളതുപോലെ ഉള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക, ഒരു മുന്നണി തെരഞ്ഞെടുപ്പ് നേടുമ്പോഴുള്ള പ്രകടന പത്രിക പോലുള്ള പ്രഖ്യാപനങ്ങൾ, അത്തരം പ്രഖ്യാപനങ്ങൾ കൂടി ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ സസ്പെൻസ് പൊളിച്ച മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ശേഷം അത് പ്രഖ്യാപിച്ചു. ഇനി എന്തൊക്കെ സസ്പെൻസുകൾ മുഖ്യമന്ത്രി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്? സ്വാഭാവികമായും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഉണ്ടാകും. ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച കാര്യവും സർക്കാർ പ്രഖ്യാപിക്കും. നേരത്തെ ഈ സംസ്ഥാന ജീവനക്കാരുടെ DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കം വന്നപ്പോൾ, അല്ലെങ്കിൽ അതിൽ അനിശ്ചിതത്വം വന്നപ്പോൾ മുഖ്യമന്ത്രി സഭയിലാണ് പ്രഖ്യാപിച്ചത് അതിൽ ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നുള്ളത്. ഏതായാലും ഒരു കുടിശ്ശിക, DAയുടെ ഒരു കുടിശ്ശിക ഇതിനകം പ്രഖ്യാപിച്ചു. ഇന്ന് വിതരണം ചെയ്തു തുടങ്ങുന്ന ശമ്പളത്തിനൊപ്പം അത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടിയന്തരമായി നിയോഗിക്കണമെന്ന ആവശ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമേറ്റത് ഒന്ന് ക്ഷേമ പരിഷ അടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതും സർക്കാരിനുള്ള കോപവുമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വലിയ തിരിച്ചടി സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് അത് തൊട്ടു പിന്നാലെ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി നിയമസഭ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഏതായാലും സർക്കാർ ജീവനക്കാരുടെ അവരുടെ പെൻഷൻ കമ്മിറ്റി അടക്കമുള്ളവ അധികം വൈകാതെ പ്രഖ്യാപിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചാലും അതിശയപ്പെടാനില്ല. പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കും. അത് സമയബന്ധിതമായി ശമ്പളം വിതരണം ചെയ്യാനാണ് സർക്കാർ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് വാങ്ങി അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുതിയ ശമ്പളം പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ സഭയിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണ ചട്ടം 300 മുഖ്യമന്ത്രി ഉൾക്കൊള്ളിക്കാറുള്ളതാണ്. ഈ സർക്കാർ നടപ്പാൻ ആഗ്രഹിക്കുന്ന വൻകിട പദ്ധതികളുണ്ട്. അതിന്റെ പ്രവർത്തന പുരോഗതി ഈ ചട്ടം 300 ഉൾക്കൊള്ളിച്ചേക്കാം. ഏതായാലും ചട്ടം 300 വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് നിയമസഭാ സമ്മേളനം, ഒരു ദിവസത്തെ സമ്മേളനം വിളിച്ചു ചേർത്തത്. അജണ്ട സസ്പെൻസാണ്, പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടില്ല. അതിന്റെ പ്രതിഷേധം പ്രതിപക്ഷത്തുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇന്നലെ തന്നെ AP അനിൽകുമാർ പ്രതിപക്ഷത്തു നിന്നൊരു കത്ത് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ അവധി ദിവസങ്ങളിൽ സഭ ചേരുന്നത് കീഴ്വഴക്കമല്ല, ചട്ടവിരുദ്ധമാണ്, ചട്ടലംഘനമാണ്. അത് മുൻകൂട്ടി പ്രതിപക്ഷം അറിയിക്കാതെ ചേരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. ഇതൊരു സ്പീക്കർ റൂളിംഗ് നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പ് സഭാ സമ്മേളനം പിരിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിന് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് സഭാ തലം വേദിയായത്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രധാന പ്രതികളൊക്കെ കസ്റ്റഡിയിലായെങ്കിലും ഇനിയും ചില പ്രതികൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ചിലർ കൂടി ജയിലിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്ന് ഇവിടെ അവസാനിപ്പിച്ചു പോയ ആ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിഷേധം ഇന്ന് തുടരുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും രാവിലെ 8 മണിക്ക് UDFന്റെ നിയമസഭാ കക്ഷി യോഗം ഇവിടെ ചേരുന്നുണ്ട്. അതിലാകും സഭയിൽ ഫ്ലോറിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ പ്രതിപക്ഷം തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാകും അവരുടെ സഭയിലെ നീക്കങ്ങൾ. ഏതായാലും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഇന്ന് ഇതിനുണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അതിന് പകരം അവരുടെ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടെന്ന കാര്യമാകും പ്രതിപക്ഷം തീരുമാനിക്കുക. 8 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ഫ്ലോർ പ്ലാൻ അവർ തീരുമാനിക്കും.
യെസ്, വി വി അരുൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അരുൺ തുടരുക. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനപ്പെട്ട ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് പ്രത്യേക സഭാ സമ്മേളനത്തിലെ ഏക അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ഈ നടപടിക്രമങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആലോചന ഇന്ന് 8 മണിക്ക് ചേരുന്ന UDF കക്ഷി യോഗത്തിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി കൂടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിച്ച ആദ്യ സംസ്ഥാനമാകും കേരളം. വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തുന്നത്. കമൽഹാസൻ MP, മമ്മൂട്ടി, മോഹൻലാൽ, മന്ത്രിമാർ എന്നിവരെല്ലാം പങ്കെടുക്കും. പ്രതിപക്ഷത്തിനും ക്ഷണം ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. വി വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇതിലിപ്പോൾ 2 വിഷയമുണ്ട്. ഒന്ന്, നമുക്ക് ആദ്യം ഈ പ്രൗഢഗംഭീരമായ പരിപാടിയിലേക്ക് തന്നെ വരാം. അങ്ങനെയെങ്കിൽ ഈ പരിപാടിയുടെ ഒരു കോർഡിനേഷൻ ഏത് തരത്തിലാണ്? അതിഥികളായി പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ആ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്കാണ്. ആര്യ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. സർക്കാരിന് മാത്രമല്ല, സ്വാഭാവികമായും മലയാളി എന്ന നിലയിൽ ആർക്കും അഭിമാനിക്കാവുന്ന കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ആയി മാറുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന അത് കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റം കൊഴുപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മലയാളികളുടെ എക്കാലത്തെയും മുഖമുദ്രകളായ 3 താരങ്ങൾ, അത് ഒരാൾ മലയാളി അല്ലെങ്കിൽ പോലും മലയാളികൾ കണക്കാക്കുന്ന അദ്ദേഹവും മലയാളവുമായും കേരളവുമായുള്ള ബന്ധം എപ്പോഴും ആത്മാഭിമാനത്തോടെ മാത്രം പറയുന്ന താരമാണ് കമൽഹാസൻ. അദ്ദേഹം ഇന്ന് ഒരു MP കൂടിയാണ്. കമൽഹാസൻ MP ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമാകും. കേരളത്തിൽ എന്ത് നല്ലത് സംഭവിച്ചാലും എന്ത് ദുരന്തം സംഭവിച്ചാലും അവിടെയൊക്കെ കമൽഹാസന്റെ സഹായവും സാന്നിധ്യവും സന്തോഷവും ഒക്കെ, നല്ലത് സംഭവിക്കുമ്പോൾ സന്തോഷമായും ദുരന്തകാലത്തൊക്കെ കേരളത്തെ ചേർത്ത് നിർത്തുന്ന സാന്നിധ്യമായും ഒക്കെ കമൽഹാസൻ എന്നും മലയാളികൾക്കൊപ്പമുള്ള താരമാണ്. മലയാളി അല്ലെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആരും വിശ്വസിക്കാത്ത താരമാണ്. അത്തരത്തിലുള്ള കമൽഹാസൻ MP ഇന്ന് ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. മറ്റു 2 പ്രധാന താരങ്ങൾ, മലയാളിയുടെ എക്കാലത്തെയും അഭിമാന താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും, ആ 2 പേരും ഒരുമിച്ച് ഒരു വേദി പങ്കെടുത്തു. നമുക്കറിയാം, മാസങ്ങൾക്ക് ശേഷമാണ് മെഗാതാരം മമ്മൂട്ടി കേരളത്തിൽ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയത്. വലിയ സ്വീകരണം മന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് കൊച്ചിയിൽ അദ്ദേഹത്തിന്, മന്ത്രി P രാജീവ് അടക്കം പങ്കെടുത്ത കൊച്ചിയിൽ നൽകിയിരുന്നു. ആ അഭിമാന താരം ഒരു പൊതുപരിപാടിയിൽ ആദ്യമായി കേരളത്തിൽ പങ്കെടുക്കുകയാണ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം അതിൽ നിന്ന് പോരാടി തിരിച്ചു വന്ന മമ്മൂട്ടി ഇന്ന് സംസ്ഥാന സർക്കാരും സ്വാഭാവികമായും അതിന്റെ ഒരു സന്തോഷം പങ്കിടും. മമ്മൂട്ടി ഇതിലെ പ്രധാന ആകർഷണമാകും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്തെ പല പരിപാടികളിലും സർക്കാർ പരിപാടികളിലും ഒക്കെ മോഹൻലാൽ ഒരു സാന്നിധ്യമാണ്. മോഹൻലാലിന് JC ഡാനിയൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ സർക്കാർ സംസ്ഥാനത്തിന്റെ ആഘോഷമാക്കി മാറ്റിയിരുന്നു. വലിയ ആഘോഷമായത് സംസ്ഥാനത്ത് നടത്തിയത്. അതേ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തിന്റെ പ്രിയപുത്രനായ മോഹൻലാൽ എത്തുകയാണ്. അതിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയാകും. അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഉൾപ്പെടുന്ന 3 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അഭിമാന സ്തംഭങ്ങൾ, അവർക്ക് മലയാളവുമായുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ഈ 3 പേർ തന്നെയാണ് വരേണ്ടതെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഈ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ 3 താരങ്ങളുടെയും സാന്നിധ്യം ആ പരിപാടിയുടെ കൊഴുപ്പ് കൂട്ടുമെന്ന ഉറപ്പാണ്. വലിയ ജനപങ്കാളിത്തം സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളും ഗതാഗത ക്രമീകരണം അടക്കം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന സഫലീകരണം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രസംഗങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നത് സംസ്ഥാനത്തെ ഇത്തരത്തിൽ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കണം. ആ നേട്ടത്തിലേക്ക് സംസ്ഥാനം എത്തും. ഒരു നവംബർ 1 ടാർഗറ്റ് ഇട്ടാണ് സർക്കാർ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത്. അതിൽ ഇപ്പോഴും ചില ആശങ്കകൾ, 5 ലക്ഷത്തിലധികം പേർ ഈ അതിദരിദ്ര എന്ന റേഷൻ കാർഡ് ഉടമകളായി അങ്ങനെ റേഷൻ വാങ്ങുമ്പോൾ അവരെ എങ്ങനെയാണ് സംസ്ഥാനത്തെ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്? അത് ഗിമ്മിക്കെന്ന ആരോപണമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ പല സർക്കാർ പരിപാടികളിലും പ്രതിപക്ഷം പങ്കെടുക്കാറുള്ളതല്ല, അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന പരാതി പലപ്പോഴും പ്രതിപക്ഷ നേതാവ് ഉയർത്താറുണ്ട്. ഏതായാലും ഇതിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്,
പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു എന്നുള്ളത്. ഏതായാലും ക്ഷണമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അരുൺ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എല്ലാ മലയാളികളെ സംബന്ധിച്ചും ഏറെ അഭിമാനം കൊള്ളാവുന്ന ഒരു പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് എന്തിന് പ്രതിപക്ഷം പെരുമാറുന്നു എന്നുള്ള ചോദ്യം മറുവശത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. എന്താണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന വിമർശനം? സർക്കാരിന്റെ കണക്കുകളിൽ പ്രതിപക്ഷം വിശ്വസിക്കുന്നില്ല. ഇതൊരു ഗിമ്മിക്ക് മാത്രമാണ്. എങ്ങനെയാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതെന്ന് സർക്കാർ പറയുന്നത് ആ വാദമുഖങ്ങളെ പ്രതിപക്ഷം വിലക്കെടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ പറയുന്നതിൽ കളമുണ്ട്. അതിദരിദ്രർ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്? ആരെ ബോധ്യപ്പെടുത്താനെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ അക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആ കണക്കുകൾ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന അവകാശവാദം കള്ളക്കണക്ക് കൊണ്ടുള്ള കൊട്ടാരം പണിയിലും തട്ടിപ്പുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. LDF പ്രകടനപത്രികയിൽ പറഞ്ഞ 4 ലക്ഷം പരമദരിദ്രരുടെ എണ്ണം 64,000 ആയത് ഏത് ചെപ്പടി വിദ്യയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. 1 ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങൾ സുരക്ഷിതരാണോ? അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചാൽ 6 ലക്ഷത്തോളം AIY കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സഹായം ഇല്ലാതാകില്ലേ? തോറ്റു തുന്നമ്പാടുമെന്ന് വ്യക്തമായപ്പോൾ സർക്കാർ ശ്രമിക്കുന്ന PR സംവിധാനങ്ങളുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. തട്ടിപ്പ് പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഈ കണക്കുകളൊക്കെ ഗിമ്മിക്കാണ്, കള്ളക്കണക്കുകളാണ്, കള്ളപ്രഖ്യാപനങ്ങളാണ്. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കേന്ദ്ര സഹായം പോലും ഈ അതിദരിദ്രർക്ക് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമെന്നതിനപ്പുറത്തേക്ക് ഒരു നേട്ടവും സംസ്ഥാനത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന വാദമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തിൽ പിന്മാറണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷം നിർദ്ദേശിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം വിട്ടുനിൽക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പരിപാടികളിലൊക്കെ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത് പതിവാണ്. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഒന്നുകിൽ ക്ഷണിച്ചില്ല എന്ന പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരുമായി സഹകരിക്കാതിരിക്കാനുള്ള പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വിട്ടുനിൽക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്ന് ഈ വേദിയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. യെസ് അരുൺ, നമുക്ക് അറിയാം, അതായത് സാധാരണയായി ഇത്തരത്തിൽ വികസന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നടക്കം ഇത്തരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുമ്പോൾ ഈ വികസന നേട്ടങ്ങളോടെല്ലാം മുഖം തിരിച്ച് നിൽക്കുന്ന പ്രതിപക്ഷം എന്ന ടാഗ് ലൈനാണ് ഭരണപക്ഷം നൽകാറുള്ളത്. ഇന്ന് ഈ വേദിയിലേക്കും പ്രതിപക്ഷം എത്തുന്നില്ല എന്നതാണ് സാഹചര്യമെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഇടതുപക്ഷവും കഴിഞ്ഞ കുറെ നാളുകളായി ഉന്നയിക്കുകയാണ്. കള്ളക്കണക്കുകളിലൂടെ പെരുപ്പിച്ചു കാട്ടിയ നേട്ടങ്ങളിലൂടെയുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വികസനവുമില്ല, ഒരു തരത്തിലുള്ള ക്ഷേമവുമില്ല, എല്ലാം കണക്കുകളിലെ കളിയും ഗിമ്മിക്കുകളുമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റേത് പ്രതിലോമകരമായ നിലപാടെന്നാണ് സർക്കാർ പറയുന്നത്. എല്ലാ വികസനത്തെയും കണ്ണടച്ചെതിർക്കുന്ന, എല്ലാ നേട്ടങ്ങളെയും സംസ്ഥാനം ഒരു കീർത്തിയിലേക്ക് ഉയരുമ്പോൾ അതിന്റെ വില കുറച്ച് കാണുന്ന സമീപനമാണ് പ്രതിപക്ഷം 2016 മുതൽ സ്വീകരിക്കുന്ന വിമർശനമാണ് തിരിച്ച് സർക്കാർ ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയമായി സ്വാഭാവികമായും അത്തരം വിമർശനങ്ങൾ ഉണ്ട്. ദുരന്തമുഖങ്ങൾ മാത്രമാണ് കഴിഞ്ഞ കുറെ വർഷത്തിന്റെ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില നീക്കങ്ങളിലാണ്. അതിനപ്പുറത്തേക്ക് വികസന കാര്യങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷവും സർക്കാരും ഒന്നിച്ചു പോകുന്നത് വിരലിലെണ്ണാവുന്ന സന്ദർഭങ്ങൾ മാത്രമാണ്. 2016 ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താകട്ടെ 2021 രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താകട്ടെ അതങ്ങനെ തന്നെയാണ് തുടരുന്നത്. വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് പോകണമെന്ന് പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾ പോലും രണ്ട് മുന്നണികൾക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. പ്രതിപക്ഷത്തെ വികസന വിരോധികൾ, വികസന വഴിമുടക്കികളെന്ന് സർക്കാർ വിളിക്കുമ്പോൾ സർക്കാരിന്റെ കണക്കുകളിലും സർക്കാരിന്റെ PR വർക്കുകളിലും പെരുപ്പിച്ചു കാട്ടിയ വികസന നേട്ടങ്ങളിലും തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രതിപക്ഷവും മറുപടി പറയുന്നു. ഏതായാലും ഇന്നും സ്വാഭാവികമായും പ്രതിപക്ഷത്തിനെതിരെ ഇത്തരം വിമർശനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാം. എല്ലാ നല്ലതിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന, എല്ലാ വികസന സമീപനങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായാണ് ഇടതുമുന്നണി വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തെ ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, പ്രതിപക്ഷത്തിന് മറുപടിയുമുണ്ട്. യെസ്, തീർച്ചയായും.
വി അരുണാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് നടക്കാൻ പോകുന്നത്. കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം മുഖ്യാതിഥികളായി എത്തുന്ന അതിവിപുലമായ ചടങ്ങ്. അവിടെ വെച്ച് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. ക്ഷമിക്കണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും. വീണ്ടും തിരികെ വാർത്തകളിലേക്ക്. ക്ഷമിക്കണം പ്രേക്ഷകർ, നേരത്തെ നമ്മൾ ഈ വാർത്ത സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ചുമ തടസ്സപ്പെടുത്തിയിരുന്നു. എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് സമരം ആരംഭിച്ചത്. പ്രാദേശിക തലത്തിൽ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ഇന്ന് നടക്കുന്ന സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. തർക്കങ്ങളെ തുടർന്ന് മാറ്റിവെച്ച KPCC ഭാരവാഹി യോഗം ഇന്ന്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് KPCC നേതൃയോഗം ചേരുന്നത്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നമുക്കറിയാം ഹൈക്കമാൻഡിന്റെ കർശനമായ താക്കീത് ലഭിച്ചതിന് ശേഷം ചേരുന്ന ഒരു യോഗമാണ് എന്നുള്ളത്. ഇത്തരത്തിൽ അനൈക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതിനുശേഷം ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുക, തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഈ യോഗം ചർച്ച ചെയ്യും, അല്ലേ? ആര്യ, അനിശ്ചിതമായി നീണ്ടുപോയിരുന്നു കേരളത്തിലെ KPCCയുടെ പുനഃസംഘടന. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. 59 പേരുടെ ജംബോ പട്ടിക എന്ന് തന്നെ പറയാവുന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക, 59 ജനറൽ സെക്രട്ടറിമാർ മാത്രമുള്ള ഒരു പട്ടിക രണ്ടാഴ്ച മുമ്പ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. അതിലെ തർക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. പല നേതാക്കൾക്കും തങ്ങളുടെ പ്രാതിനിധ്യം, തങ്ങൾ പറഞ്ഞ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല, തങ്ങൾ അവഗണിച്ചു എന്ന പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഹൈക്കമാൻഡും സംസ്ഥാന നേതാക്കൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. വലിയ എതിർ ശബ്ദങ്ങൾ, വിമർശനങ്ങൾ, നേതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതൊക്കെ അവിടെ നടന്നിരുന്നു. ഇങ്ങനെയാണോ സംസ്ഥാന സർക്കാരിന് വലിയ വികാരം, എതിർവികാരമുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ തമ്മിലടിച്ചാൽ മുന്നോട്ട് പോകാനാവുക, ഭരണം പിടിക്കാനാവുന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചെങ്കിലും ആ യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തർക്കമുള്ളതുകൊണ്ട് തന്നെയാണ് യോഗം ചേരാത്തത്. ഇനി സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കുന്നു. ഏതായാലും അന്ന് മാറ്റിവെച്ച യോഗമാണ്. ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലുള്ള തർക്കം കാരണം, പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ എതിർപ്പ് കാരണം മാറ്റിവെച്ച യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ കൃത്യമായും കേരളത്തിലെ കോൺഗ്രസിന്റെ കടിഞ്ഞാൺ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് ഏറ്റെടുക്കുകയാണ്. ഈ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇന്നത്തെ യോഗം. ദീപാദാസ് മുൻഷി അടക്കമുള്ള ACC ജനറൽ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം അവരുടെ നിരീക്ഷണത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനാകൂ. തമ്മിലടി അനുവദിക്കാനാകില്ല. തമ്മിലടിച്ചാൽ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന ഹൈക്കമാൻഡ് കൃത്യമായ സന്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായ നിരീക്ഷണമുണ്ടാകും. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ കടക്കുകയാണ്. KC വേണുഗോപാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുന്ന സൂചനയായി കൂടി ഈ കോർ കമ്മിറ്റിയെ കാണണം. കോർ കമ്മിറ്റിയിലും അദ്ദേഹം സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവിനും അത് വഴിയൊരുക്കുകയാണ്. ഏതായാലും ഇന്ന് ചേരുന്നത് KPCC നേതൃയോഗമാണ്. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കാൻ തന്നെയാണ് സാധ്യത. ഇനി KPCC സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കുന്നു. 59 ജനറൽ സെക്രട്ടറിമാരെങ്കിൽ സെക്രട്ടറിമാർ എത്രയെന്ന ചോദ്യം അക്ഷരാർത്ഥത്തിൽ
വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അതും ഒരു ജംബോ പട്ടികയാകാതെ തരമില്ല. ആ ജംബോ പട്ടിക വന്നാൽ പോലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതികേട്. ഏതായാലും ഇന്നത്തെ നേതൃയോഗത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുക്കുന്നത് കൊണ്ട് പരസ്പര വിമർശങ്ങളുടെയൊക്കെ മൂർച്ച കുറയുമെന്ന പ്രതീക്ഷയും നേതാക്കൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. യെസ്, വി വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തർക്കങ്ങളെ തുടർന്ന് മാറ്റിവെച്ച KPCC ഭാരവാഹി യോഗം ഇന്ന് ചേരുകയാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം ചേരുക. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് KPCCയുടെ നേതൃയോഗം ഇന്ന് ചേരുന്നത്. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിലും കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിരുദ്ധ പ്രക്ഷോഭം തുടരാൻ സമരസമിതി. കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ട്ണർമാരെ പോലെ പെരുമാറുന്നുവെന്നാണ് സമരസമിതിയുടെ ആരോപണം. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ സമരവേദി കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിലെ അമ്പലമുക്കിലേക്ക് മാറ്റും. 4000-ഓളം കുടുംബങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ സർവകക്ഷി മീറ്റിംഗില് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഫ്രഷ് കട്ടിന്റെ ചുറ്റുപാടുമുള്ള നിരോധാജ്ഞ കലക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കലക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ണർമാരെ പോലെയാണ് പെരുമാറുന്നത്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം നിരോധാജ്ഞ പ്രഖ്യാപിച്ചാലും ജനകീയ സമരം കൊണ്ട് കലക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നതിനാൽ കമ്പനി തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്ഥലം മാറുന്നു എന്നതിനപ്പുറം പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതി തീരുമാനിക്കുന്നത്, അല്ലേ? നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ഈ ഒരുപക്ഷെ ഇന്ന് ഈ ഫ്രഷ് കട്ട് വീണ്ടും തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഈ ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണോ ഈ ഫ്രഷ് കട്ട് നിലവിലിപ്പോൾ തുറക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? രണ്ട് കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കളക്ടർ കർശനമായ നിർദ്ദേശം നൽകിയത്. ഒന്ന്, 25 ടൺ സംസ്കരണ ശേഷി എന്നതിൽ നിന്നും 20 ടണ്ണിലേക്ക് കുറയ്ക്കുക എന്നതാണ്. മറ്റൊന്ന്, ഈ പഴയ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. പലപ്പോഴും പഴയ മാലിന്യങ്ങളിൽ നിന്നാണ് വലിയ തോതിലുള്ള ദുർഗന്ധം പുറത്തേക്ക് വമിക്കുകയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അക്കാര്യം സംബന്ധിക്കില്ല. മറ്റൊന്ന്, ഈ കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി എപ്പോഴും പരിശോധിക്കണം. പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും NITയിൽ എത്തിച്ച് പരിശോധിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്തായാലും ഈ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ഇന്നലെയായിരുന്നു ആദ്യ പ്രവർത്തനം. പക്ഷേ ഇന്നലെ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ വൈകിയും നമ്മൾ ഈ ഫ്രഷ് കട്ട് ഉടമകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ അവശേഷിക്കുന്ന ന്യൂനതകൾ അല്ലെങ്കിൽ ഈ തീവെപ്പിന് ശേഷം പ്ലാന്റിനുണ്ടായ കുഴപ്പങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ എന്നാണ് അറിയിച്ചിരുന്നത്. ഒപ്പം ഈ ഒരു സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും ഈ ഫാക്ടറി ഉടമകൾ പങ്കുവച്ചിരുന്നു. കാരണം ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ സമരം നടത്തും എന്ന പ്രഖ്യാപനം ഈ പ്രതിഷേധക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു വീണ്ടും അക്രമത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ കാര്യത്തിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഫ്രഷ് കട്ടിന് 300 മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ 50 മീറ്ററിലും അമ്പായത്തോട് ജംഗ്ഷനിൽ 100 മീറ്റർ ഭാഗത്തും ഏതാണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നിരോധിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ 4-ൽ കൂടുതൽ ആളുകൾ കൂട്ടം ചേരാൻ പാടില്ല എന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഒപ്പം ഈ സമരങ്ങളോ മറ്റു പ്രതിഷേധ പരിപാടികളോ ഈ പരിധിക്കുള്ളിൽ നടത്തരുത് എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സമരവേദി മാറ്റാനുള്ള സമരസമിതിയുടെ തീരുമാനം ഇന്നലെ രാത്രി വരികയും കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിൽ അമ്പലമുക്ക് ഭാഗത്ത് ഈ പന്തൽ കെട്ടി സമരം ആരംഭിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എപ്പോൾ സമരം ആരംഭിക്കും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഈ സമര ഭടന്മാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവും. നിലവിൽ സമരത്തിലെ പ്രധാന നേതാക്കളൊക്കെ ഒളിവിൽ കഴിയുകയാണ്. അവർക്ക് പലതരത്തിലുള്ള കേസുകളാണ് അവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം പേരുകളാണ് ഈ കേസുകളിൽ പ്രതികളായിരിക്കുന്നത്. അതിൽ പോലീസുകാരെ ആക്രമിച്ച വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഫാക്ടറിക്ക് നേരെ ഉണ്ടായ അതിക്രമം, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോഴും ഈ അമ്പായത്തോടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പല വീടുകളിലും ആളുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധക്കാർ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സമരസമിതി പൂർണ്ണമായും കളത്തിലേക്ക് ഇറങ്ങി ഒരു സമരം നടത്തുകയില്ല. മറിച്ച് ഒരു സമര സഹായ
ധനസഹായ സമിതി എന്ന രീതിയിലൊരു സഹായ സമിതി രൂപീകരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സെൻറ് മേരീസ് സ്കൂളിലാണ് ഇത് സംബന്ധിച്ച സമര സഹായ സമിതിയുടെ യോഗം ചേരുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷമാവും ഒരു പൂർണ്ണതോതിലുള്ള സമരസമിതി പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ അങ്ങേയറ്റം സംഘർഷഭരിതമായ രീതിയിലേക്ക് തന്നെ വീണ്ടും പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഫാക്ടറി എപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ സമരവും ആരംഭിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. അത് സമാധാനപരമായ രീതിയിലൊക്കെ ആവും സമരം എന്ന് പറയുമ്പോഴും അതേത് തരത്തിലേക്ക് ഇനി നീങ്ങും എന്നതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും ഫാക്ടറി ഉടമകൾ പൂർണ്ണമായും പിഴവുകൾ പരിഹരിച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാത്രമേ ഫ്രഷ് കട്ടിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ജില്ലാ കളക്ടറുടെ കൃത്യമായ ഒരു മേൽനോട്ടം ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഒപ്പം ഒരു സർവകക്ഷി സംഘത്തെ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. 3 മുന്നണികളിലെയും പ്രധാന പാർട്ടികളിലെ നേതാക്കൾ അടങ്ങുന്ന ഒരു സമിതിയാണ്. ആ സമിതിയും വരും ദിവസം ഈ ഫാക്ടറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ച ശേഷം ഫ്രഷ് കട്ടിൽ ഒരു സന്ദർശനം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാവും ഭാവിയിൽ ഈ ഫാക്ടറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും നിലവിൽ നിയമാനുസൃതമായാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതി പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളതാണ്. സാധനങ്ങൾ അകത്തേക്കും പുറത്തേക്കുമൊക്കെ മാറ്റുന്നതിനുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവും നിലവിൽ ഉണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ 2-3 കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത വരണം. എന്ന് ഫാക്ടറി പ്രവർത്തനം തുടങ്ങും, എപ്പോൾ സമരസമിതി അതിൻ്റെ സഹായ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കും, പോലീസിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാവുക എന്നും കണ്ടറിയണം. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ ന്യൂസ് 8ന്റെ ബ്രാൻഡ് അവാർഡ്സ് ആയിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആ ചടങ്ങ് നടന്നത്. അതിഥിയായി എത്തിയത് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ചില സുപ്രധാനപ്പെട്ട പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണെന്നും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മാധ്യമധർമ്മം ന്യൂസ് 18 എന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നും പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. ന്യൂസ് 18 കേരളയുടെ ബ്രാൻഡ് അവാർഡ് 2025 ചടങ്ങിൽ മുഖ്യപ്രഭാഷണത്തിനിടെയായിരുന്നു ഗവർണറുടെ പ്രതികരണം. നമ്മുടെ നാടിന്റെ സംരംഭകത്വ വിജയ വഴികളിൽ മുൻനിരയിൽ നിൽക്കുന്നവരെയാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നത്. പുത്തൻ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ വിവിധ വ്യവസായങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച മികച്ച ബ്രാൻഡുകളെയാണ് ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡ് 2025 ആദരിച്ചത്. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലെഗസി ബ്രാൻഡ് എക്സലൻസ് അവാർഡ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നത് SLK ഫുഡ് പ്രോസസിംഗ്, കേരളാസ് #1 എക്കോ ഫ്രണ്ട്ലി ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് പെയിന്റ് ബ്രാൻഡ് അവാർഡാണ്. ആ അവാർഡിന് അർഹരായിരിക്കുന്നത് NCI ഫസ്റ്റ് പെയിന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ. ആ അവാർഡിന് അർഹരായിരിക്കുന്നു IBIS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മോസ്റ്റ് ട്രസ്റ്റഡ് ട്രഡീഷണൽ ഫുഡ് പ്രോഡക്ട്സ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നു BG അസഫോറ്റിഡ, ഇന്നോവേറ്റീവ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്. VPS ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ട്രസ്റ്റഡ് റൂറൽ ഫിനാൻസ് കമ്പനി ഏതാണെന്ന് പറയാം, സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ചേഞ്ച് മേക്കർ ഓഫ് ദ ഇയർ. ദിലീപ് RK സ്റ്റഡി അബ്രോഡ്, കേരള സിഗ്നേച്ചർ ബ്രാൻഡ്. ആ സിഗ്നേച്ചർ ബ്രാൻഡിനുള്ള പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ഗോഡ്സ് ഓൺ ഫുഡ് സൊല്യൂഷൻസ്, ജാക്ക് ഫ്രൂട്ട് 365. മോസ്റ്റ് ട്രസ്റ്റഡ് ബിൽഡേഴ്സ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നു സ്കൈലൈൻ ഫൗണ്ടേഷൻ. ബ്രാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട DC ബുക്സിനാണ് ആ പുരസ്കാരം. ഗവർണർക്കുള്ള ഉപഹാരം നെറ്റ്വർക്ക് 18 ചീഫ് കണ്ടന്റ് ഓഫീസർ സന്തോഷ് രാമചന്ദ്ര മേനോൻ സമ്മാനിച്ചു. ന്യൂസ് 18 നെറ്റ്വർക്ക് സൗത്ത് മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. വയനാട് ദുരന്തത്തിലടക്കം ന്യൂസ് 18 കേരളം നടത്തിയ ഇടപെടലുകളെ CV ആനന്ദബോസ് പ്രത്യേകം പരാമർശിച്ചു. എനിക്കറിയാം ന്യൂസ് 18 എത്ര ഭംഗിയായിട്ട് നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ന്യൂസ് 18 രംഗത്തുണ്ടായിരുന്നു. 24/7 വളരെ സ്തുത്യർഹമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഞാൻ ഇവിടെ ചെന്നിരുന്നു. യുവ വയലിനിസ്റ്റ് R ബാലഗോപാലിന്റെ സംഗീത വിരുന്ന് ചടങ്ങിന് കൂടുതൽ മിഴിവേകി. ന്യൂസ് 18 തിരുവനന്തപുരം. ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട മകന്റെ മൃതദേഹവും കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു കുടുംബം.
കപ്പൽ ജീവനക്കാരനായ ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാകാത്തതുമൂലം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മകൻ്റെ ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. കുടുംബം പുലർത്തിക്കൊണ്ടുപോയ ആളാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും കൂടി കാലിനുമൊക്കെ പല സ്ഥലത്തൊക്കെ വേദനയും സർജറി കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടി നമുക്ക് മകനൊന്ന് നേരിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആഗ്രഹമെങ്കിലും ഒന്ന് നടത്തി തന്നാൽ മതി. മത്സ്യത്തൊഴിലാളിയായ വിൽസൺ വള്ളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മാസം 12-ന് മകൻ്റെ അപകടം സംബന്ധിച്ച ഫോൺ സന്ദേശം എത്തുന്നത്. കപ്പലിൽ നിന്ന് കയർ തട്ടി കടലിലേക്ക് തെറിച്ചു വീണുവെന്നാണ് കമ്പനി അറിയിച്ചത്. സൗദിയിലെ സാമിൽ മറൈൻ എന്ന കമ്പനിയിലാണ് എഡ്വിൻ ജോലി ചെയ്തിരുന്നത്. സഫാനിയ എന്ന സ്ഥലത്ത് റിഗിന് അടുത്തായിരുന്നു അപകടം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഈ ദിവസങ്ങളിൽ കുടുംബത്തെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളും അവർ കൈമാറിയില്ല. 27-കാരനായ എഡ്വിൻ്റെ മരണവിവരം അറിഞ്ഞതു മുതൽ സങ്കടക്കയത്തിലാണ് കുടുംബം. വൈകുന്ന കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നടപടിക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ശേഷമേ ബോഡി തിരികെ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അൽക്കോബാർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. 1000 കിലോമീറ്റർ അകലെയാണ്. സൗദി അറേബ്യ പോർട്ടുമായിട്ട് 1000 കിലോമീറ്റർ അകലമുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുവന്ന് ഹബ്ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ദമാമിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫൈനലിൽ എത്തണില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ 19 ദിവസത്തോളം ആയില്ലേ എൻ്റെ മകൻ എന്നെ വിട്ടുപിരിഞ്ഞ് പോയിട്ട്. ആരാണെങ്കിലും ഇടപെട്ടുണ്ട് എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയാൽ മതി. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം കഴിഞ്ഞത്. അനുജനും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നെടുംതൂണായിരുന്നു ഈ യുവാവ്. മകനെ അവസാനമായി ഒന്ന് കാണാൻ പ്രവാസി വ്യവസായി യൂസഫ് അലി അടക്കമുള്ളവർ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ് പിതാവ്. യൂസഫ് അലി സാറിനെ പോലത്തെ ആളുകളെങ്കിലും മനുഷ്യനെ ദുഃഖം അറിയുന്നവർ, ആ ദുഃഖം അറിയുന്നവരെങ്കിലും എൻ്റെ മകനെ എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. യൂസഫ് അലി സാറൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആളുകളല്ലേ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണവരല്ലേ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ തന്നെ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, 19 ദിവസമായി അവർക്ക് അവരുടെ മകനെ നഷ്ടമായി എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് മാത്രമാണ് ഇനി ബാക്കിയുള്ള ആഗ്രഹം. പക്ഷേ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ നിരവധി തടസ്സങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പേപ്പർ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് എന്ന് ആ പിതാവ് തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ അപ്പോൾ എവിടെയാണ് ആ തടസ്സം നേരിടുന്നത്? ആ തടസ്സം എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആര്യ, ഇത് മറികടക്കണമെങ്കിൽ തീർച്ചയായും തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ളവരുടെ ശക്തമായൊരു ഇടപെടൽ വേണം. കാരണം ഒരു സാധാരണഗതിയിൽ ഇത്ര ദിവസമൊന്നും എടുക്കുന്നതല്ല. എല്ലാവർക്കും തന്നെ അറിയാം, ഒരു അപകടമുണ്ടായാൽ അതിനുശേഷം വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകാറില്ല. വലിയ രീതിയിൽ തന്നെ അവിടെയുള്ള ഒരു പ്രവാസി സമൂഹമാണെങ്കിലും എംബസി ആണെങ്കിലും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്താറുണ്ട്. പക്ഷേ എന്തൊക്കെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ എഡ്വിൻ ഗ്രേഷ്യസിൻ്റെ കാര്യത്തിൽ ഈ വൈകുകയാണ് എന്നതാണ് പറയുന്നത്. കൃത്യമായൊരു വിശദീകരണം കമ്പനി നൽകുന്നില്ല. ഇപ്പോൾ നേരത്തെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹമെല്ലാം അന്ന് തന്നെ ഈ അപകടമുണ്ടായ ഈ ഒക്ടോബർ 12-ന് തന്നെ എല്ലാം തന്നെ ലഭിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഇത്രയധികം ദിവസം, ഏതാണ്ട് 20 ദിവസം എത്തുന്നു. ഈ ദിവസങ്ങളിൽ അത്രയും ഈ ഒരു കാര്യം മാത്രമേ നടന്നുള്ളൂ. ഇത്രയും കാര്യം മാത്രമേ, പോസ്റ്റ്മോർട്ടം നടപടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് മാത്രമാണ് വലിയൊരു ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. പിന്നീട് ലാബ് റിപ്പോർട്ടിന് വേണ്ടി അത് കാത്തിരിക്കുന്നു എന്നതെല്ലാം പറയുമ്പോൾ തികച്ചും സാങ്കേതികത്വങ്ങളാണ്. അതിൽ ഇത്ര കണ്ട ഈ ദിവസങ്ങളിൽ അവർ എങ്ങനെയാണ് ഇതിലൊരു സാങ്കേതികത്വം ഉണ്ടാകുന്നത് എന്നത് പോലും ചോദ്യമാണ്. വലിയൊരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും
ഉണ്ടായില്ലേ എന്ന് നമുക്ക് ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് MP-യും MLA-യും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കാം എന്ന് ഉറപ്പ് നൽകുകയും ഇടപെടൽ നടത്തിയിട്ടുള്ളതായും കുടുംബം പറയുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ലേ എന്നതാണ് ചോദ്യമാകുന്നത്. കാരണം ഇത്രത്തോളം ഈ ദിവസങ്ങൾ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അപകടം ആണത്. കയർ തട്ടി കപ്പലിൽ നിന്ന് തെറിച്ച വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഇത്രയും കണ്ട ദിവസങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നതാണ് കുടുംബവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരു മരണം സംഭവിച്ചു, പിന്നീട് അങ്ങോട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ വേണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ അത്രയും ആ കുടുംബം വല്ലാത്തൊരു സങ്കടത്തിലാണ് പോകുന്നത്. നമ്മൾ ചെല്ലാനത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അന്ന് സംഭവിച്ച ആ മരണത്തിൻ്റെ ആ ഒരു വേദന തന്നെ അത് ഈ ദിവസങ്ങളോളം തന്നെ അത് അവരെ ജീവനുള്ള കാലത്തോളം അതെല്ലാം തന്നെ അവർ വേട്ടയാടും. പക്ഷേ എന്നാൽ പോലും ഈ ദിവസങ്ങളിൽ എപ്പോഴാണ് മകൻ്റെ മൃതദേഹം ഒന്ന് എത്തിക്കുക, കാണാൻ കഴിയുക എന്ന ഒരു ആവശ്യതയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പിതാവ് വിൽസൺ ഹൃദ്രോഗിയാണ്. എങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളിയാണ്, ജോലിക്ക് പോകുന്നു. അപ്പം എഡ്വിനും അവൻ്റേതായ രീതിയിൽ തന്നെ അവധിക്ക് വരുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് ജോലിയില്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ വള്ളപ്പണിക്കെല്ലാം തന്നെ പോകുന്ന ഒരാളാണ്. പിന്നീട് ഒരു അനുജനെയുള്ളൂ. അദ്ദേഹം പഠിക്കുകയാണ്, അനുജൻ പഠിക്കുകയാണ്. അമ്മയും ഇതുപോലെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. 4 മാസങ്ങൾക്ക് മുൻപാണ് ആ വിവാഹം കഴിഞ്ഞത്. ഏതായാലും വലിയ സങ്കടക്കയത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. ഇതിൽ മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ അതിൽ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളടക്കം നടത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എല്ലാം തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾ അത്രയും അവർ ഈ അതേ സങ്കടത്തിൻ്റെ തീയിൽ തന്നെയാണ് ഈ ദിവസങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നു പോകുന്നത്. സ്വത്രമായൊരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന്, അധികാരിയുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പൂർണ്ണതയിലാകുന്നില്ല എന്നതാണ്. പക്ഷേ ഇതുവരെ ഈ കുടുംബം ഏതെങ്കിലും ജനപ്രതിനിധികളെയോ മറ്റോ മറുപടി ഇക്കാര്യങ്ങളിൽ സഹായത്തിനായി സമീപിച്ചിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ തുടങ്ങിയതിനു ശേഷം അത് വീണ്ടും തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നോ ഉണ്ടായിരുന്നത്? അങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സ്ഥലം MP ഹൈബീഡനാണെങ്കിലും അവിടെ MLA KJ മാക്സി, ഒപ്പം തന്നെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരോടെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. KC വേണുഗോപാലിന് നൽകിയിട്ടുള്ളത് അതെല്ലാം തന്നെ ആ കുടുംബം പറയുന്നുണ്ട്. അവരെല്ലാം തന്നെ ഒരിക്കലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. അവരെല്ലാം തന്നെ ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ സഹായവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും അവർ ആ രീതിയിൽ കത്തയക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തതായിട്ടും ആ കുടുംബം പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് ഇത് കൃത്യമായ രീതിയിൽ എത്താത്തത്, എന്തുകൊണ്ടാണ് ഇതിൽ ഒരു തടസ്സം നേരിട്ടത് എന്നത് ആ കുടുംബത്തിനും വ്യക്തമല്ല. കമ്പനിയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം. കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്നത് വൈകാതെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആ പറയുന്ന പറച്ചിലല്ലാതെ മറ്റൊന്നും എന്നത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവർ ഇത്രയും പേർ ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോൾ പോലും എന്താണ് അതിലൊരു തടസ്സമായി വരുന്നത് എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള അവർ സൂചിപ്പിക്കുന്നതിൽ പ്രവാസി വ്യവസായി യൂസഫ് അലിയെ പോലുള്ളവരെല്ലാം തന്നെയും ഇക്കാര്യങ്ങളിൽ ശക്തമായൊരു ഇടപെടൽ നടത്തിയാൽ വളരെ പെട്ടെന്ന് അവർക്ക് മകനെ അവസാനമായി കണ്ട് യാത്ര അയക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുമെന്നതാണ് ആ ഒരു നിർധന കുടുംബം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു ഇടപെടൽ അവരെല്ലാം ഭാഗത്തുനിന്ന് ഇനിയും അത് ആദ്യഘട്ടത്തിൽ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മുഴുവനാക്കുന്നതിനൊക്കെ സാധിച്ചിട്ടില്ല. പക്ഷേ അത് മുഴുവനാക്കുന്നതിന് വേണ്ടി കൂടിയും അവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഈ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു മുഴുവൻ പരിശ്രമവും ഈ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും ഡാനിപ്പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് സൗദിയിലെ ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. 19 ദിവസം പിന്നിടുന്നു ആ മരണ വാർത്ത ചെല്ലാനത്തുള്ള ആ കുടുംബത്തെ തേടിയെത്തിയിട്ട്. പക്ഷേ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടിയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അവസാനമായ ഒരു നോക്ക് കണ്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അന്ത്യകർമ്മങ്ങൾ നൽകി ആ മകനെ യാത്രയാക്കണമെന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. പല
തരത്തിൽ അവർ മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കി ജനപ്രതിനിധികളെ കണ്ടു. പക്ഷേ ആ നടപടികളും നീക്കങ്ങളും എല്ലാം എപ്പോഴും പാതി വഴിയിൽ നിന്ന് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ആ കുടുംബത്തിനുമില്ല. അപ്പോൾ അവർ വീണ്ടും വ്യവസായ പ്രമുഖരുടെ അടക്കം സഹായം തേടുകയാണ്. ജനപ്രതിനിധികളുടെ അടക്കം സഹായം വീണ്ടും തേടുകയാണ്. MA യൂസഫലി അടക്കമുള്ളവർ ഇടപെടണം, അങ്ങനെയെങ്കിലും തങ്ങളുടെ മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ തങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. എന്തായാലും ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതരിലേക്ക് ഈ വാർത്ത എത്തുന്നത് വരെ News 18 ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും, ആ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകും. ഇന്നത്തെ News 18ന്റെ ഈ വാർത്താ ദിനം കൂടുതൽ ഫോക്കസോടുകൂടി ഈ വാർത്ത നൽകുന്നതുമായിരിക്കും. ഈ വിഷയത്തിൽ അധികാരികൾ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് വരെ. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഉദ്യോഗസ്ഥ തലത്തിലെ രണ്ടാമത്തെ അറസ്റ്റാണ്, സ്വർണ്ണമോഷണത്തിലെ മൂന്നാമത്തെ അറസ്റ്റും. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ സുധീഷിന്റെ റോളിനെ കുറിച്ച് എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? ഇനി തുടർന്നുള്ള SITയുടെ നീക്കങ്ങൾ അത് എങ്ങനെയായിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ CK വാസുദേവനെ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. തൊട്ടു പിന്നാലെ മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും CK വാസുദേവൻ നായരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശം നൽകിയാണ് വാസുദേവൻ നായരെ വിട്ടയച്ചിരിക്കുന്നത്. അതേസമയം സുധീഷ് കുമാറിനെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അറസ്റ്റിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിൽ നിന്നുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. അന്വേഷണത്തിന്റെ കാലാവധി 6 ആഴ്ച ആണ് ആകെയുള്ളത്. അതിനിടെ കൂടുതൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ ചൂടേറിയ പോരാട്ടം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. നാളെ പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ സഖ്യ നേതാക്കളും സജീവമാണ്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അവസാന ലാപ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശോജ്വലമായി കടക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അണിനിരത്തി ഈ പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഈ പ്രചാരണ വേദികളിലെല്ലാം ഈ അവസാന ലാപ്പിലും ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഏതൊക്കെയാണ്? ആര്യ, പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്, വോട്ടെടുപ്പിലേക്ക് പോകുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ്. ഏതായാലും ദേശീയ നേതാക്കളൊക്കെ തന്നെ ബീഹാറിൽ സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഛഠ് പൂജയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ 2 ദിവസങ്ങളിലായി റാലികളിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം 2 ഇടങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ നേതാക്കൾ കൂടുതൽ സജീവമാകും. കാരണം പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും ചില വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഇന്നലെ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെ 1 കോടി തൊഴിലവസരമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇന്ത്യ സഖ്യവും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 20 വർഷമായി ബീഹാറിൽ ഭരിക്കുന്നത്
NDA ആണ്, നിതീഷ് കുമാറാണ്. അപ്പോൾ നിതീഷ് കുമാർ വീണ്ടും ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ നടത്തുന്നുവെന്ന പ്രതികരണമാണ് RJD നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായ തേജസ്വി യാദവിൽ നിന്നുണ്ടായിട്ടുള്ളത്. സങ്കല്പ പത്രയല്ല പുറത്തിറക്കേണ്ടത്, മറിച്ച് മാപ്പാണ് അവർ അപേക്ഷിക്കേണ്ടതെന്ന പ്രതികരണം തേജസ്വി നടത്തിക്കഴിഞ്ഞു. പ്രശാന്ത് കിഷോറും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഭരിക്കുന്ന സർക്കാർ, കാലങ്ങളായി ഭരിക്കുന്ന സർക്കാർ വീണ്ടും വാഗ്ദാനങ്ങളല്ല നടത്തുന്നത്, മറിച്ച് വികസന എന്തൊക്കെ നടപ്പാക്കി തുടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പുറത്തിറക്കേണ്ടെന്ന പ്രതികരണം ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മറുവശത്ത് BJP NDA ക്യാമ്പ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം ചില രാഹുൽ ഗാന്ധി അടക്കം നടത്തിയ വിമർശനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടും മോദി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നതും കണ്ടു. പ്രത്യേകിച്ച് ഛഠ് പൂജ ബീഹാറിലെ വലിയ ആഘോഷമാണ്, അതിനായി കൃത്രിമ യമുന നിർമ്മിച്ചു മോദിക്കായി എന്ന വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനെ രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരത്തിൽ ബീഹാറിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും. അതിന് ബീഹാർ ജനത മറുപടി നൽകുമെന്നുള്ള മറുവാദങ്ങളൊക്കെ തന്നെ ഏതായാലും NDA ക്യാമ്പും നിരത്തുന്നുണ്ട്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ആദ്യഘട്ടത്തിൻ്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സജീവമാണ്. ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുകയാണ് സംസ്ഥാനത്തേക്ക്. നാളെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പട്നയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പട്ന അടക്കമുള്ള മേഖലകളാണ്, 18 ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ആര്യ. CR രാഗേഷാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബീഹാറിൽ NDA പ്രകടന പത്രിക പുറത്തിറങ്ങിയതോടെ ഇരു മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളുടെ പൂർണ്ണ ചിത്രം വ്യക്തമായി. ഇരു മുന്നണികളും കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ പ്രശ്നപരിഹാരവും ക്ഷേമ പ്രഖ്യാപനങ്ങളും ഉൾപ്പെടെ വോട്ടർമാർക്ക് മുന്നിൽ ഇരു സഖ്യങ്ങളും വാഗ്ദാന പെരുമഴ ചൊരിയുകയാണ്. NDAയുടെ സ്വപ്നങ്ങൾ പറയുന്നു സങ്കൽപ് പത്ത്. മഹാഗഡ്ബന്ധന്റെ വാഗ്ദാനം ബീഹാർ ക തേജസ്വി പ്രാൺ. 2 പ്രകടന പത്രികകളും ബീഹാറിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നു. ഇന്ത്യ ബ്ലോക്ക് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ NDA വാഗ്ദാനം ചെയ്യുന്നത് 1 കോടി തൊഴിലവസരങ്ങളാണ്. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ദരിദ്രർ, കർഷകർ എന്നിവരെ 2 വിഭാഗവും കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വന്നാൽ മഹാഗഡ്ബന്ധൻ പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് ധനസഹായം നൽകും. പെൺമക്കൾക്ക് ആനുകൂല്യം, വിദ്യാഭ്യാസം, പരിശീലനം, വരുമാനം, അമ്മമാർക്ക് വീട്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ ബേട്ടി മായ് പദ്ധതികൾ കൊണ്ടുവരും. എല്ലാ കമ്മ്യൂണിറ്റി മൊബിലൈസർ ദീദിമാരെയും സ്ഥിരപ്പെടുത്തും. മറുവശത്തെ ഭരണസഖ്യം അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 കോടി ലഖ്പതി ദീദിമാരെ സൃഷ്ടിക്കും. സ്ത്രീകളെ കോടീശ്വരികളാക്കാൻ മിഷൻ ക്രോർപതി വാഗ്ദാനം ചെയ്യുന്നു. പഞ്ചായത്തിലും നഗരസഭകളിലും EBCകൾക്കുള്ള സംവരണം 20-ൽ നിന്ന് 30 ഉയർത്താൻ പദ്ധതിയിടുന്നു മഹാഗഡ്ബന്ധൻ. ജനസംഖ്യയുടെ 36% വരുന്ന അങ്ങേയറ്റ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ബിസിനസ് ചെയ്യാനായി 10 ലക്ഷം രൂപ സഹായം NDA വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ വിളകളുടെയും താങ്ങുവില മഹാഗഡ്ബന്ധന്റെ വാഗ്ദാനം. തൊഴിലുറപ്പ് ദിവസവേതനം 255 രൂപയിൽ നിന്ന് 300 ഉയർത്തും. മൊത്തം തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 200 കർപ്പൂരി താക്കൂർ കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് 3 വർഷത്തേക്ക് പ്രതിവർഷം 3000 രൂപ നൽകുമെന്ന് NDA. കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 1 ലക്ഷം കോടി രൂപ ചെലവഴിക്കും. IT പാർക്കുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ക്ഷീര കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, വിദ്യാഭ്യാസ നഗരത്തിന്റെ നിർമ്മാണം, വ്യവസായ ക്ലസ്റ്ററുകൾ എന്നിവയെക്കുറിച്ച് മഹാഗഡ്ബന്ധൻ സംസാരിക്കുന്നു. 4 നഗരങ്ങളിൽ കൂടി മെട്രോ സേവനങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും പട്ന, ദർഭംഗ, പൂർണിയ, ബഗൽപൂർ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും NDA സംസാരിക്കുന്നു. സൗജന്യ വൈദ്യുതി മുതൽ വെള്ളപ്പൊക്ക മാനേജ്മെന്റ് ബോർഡ് വരെയുണ്ട് വാഗ്ദാന പെരുമഴകളിൽ എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം.
പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ നെല്ല് സംഭരണം പാളിയതോടെ കൊയ്ത നെല്ല് സംരക്ഷിക്കാനായി നെട്ടോട്ടം ഓടുകയാണ് കർഷകർ. പാടശേഖരങ്ങളിലും തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെയായി കിൻഡൽ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയും മോശമായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. സർക്കാരിനെ വിശ്വസിച്ച് കടം മേടിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് പലരും കൃഷിക്കിറങ്ങിയത്. പാടശേഖരങ്ങൾക്ക് ചുറ്റും ദൈന്യത നിറഞ്ഞ കാഴ്ചകളാണ്. എന്താണ് കർഷകന്റെ അവസ്ഥ? ന്യൂസ് 18 വിശദമായി പരിശോധിക്കുകയാണ്. ന്യൂസ് 18 ഫോളോ അപ്പ്. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലാണ്. പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പാരേക്കേടൻ പാടശേഖരം, അതായത് 90 ഏക്കറാണ് ഈ പാടശേഖരം ഉള്ളത്. അതിനു ചുറ്റുമുള്ള വീടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ മുൻഭാഗം മുഴുവൻ നെല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ വീടുകൾക്ക് മുന്നിൽ ശേഖരിച്ചത് കൂടാതെ തന്നെ പാടശേഖരത്തിലും നെല്ല് കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ, അതായത് സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കർഷകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള കർഷകരെയൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. അവരുടെ ദുരിത സമാനമായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം. ലോറിയുടെ തൂക്കം കഴിഞ്ഞ് ബാക്കി നെല്ല. ആ നെല്ല് അയാൾ 1 കിൻഡല് നെല്ലിന് 68 കിലോ അരി വീതം മില്ലുകാരൻ കൊടുക്കണം. അപ്പൊ അവനത് പുഴുങ്ങി കുത്തുമ്പോൾ 68 കിലോ കിട്ടത്തില്ലെന്ന് ബ്രോക്കർ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളോട് അധികം കിഴിവ് മേടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മേടിക്കുന്ന കിഴിവ് മില്ലുകാരന് കിട്ടുന്നില്ല. അവൻ ആ പഴയ റേഷ്യോ അനുസരിച്ചുള്ള സാധനമേ കിട്ടത്തുള്ളൂ. 100 കിൻഡൽ നെല്ലിപ്പോൾ ഒരു ലോറിയെ ചെല്ലുന്നു. വേ ബ്രിഡ്ജ് കയറ്റിട്ട് ലോറി തൂക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നെല്ലിന്റെ 1 കിൻഡൽ ഇപ്പൊ 100 കിൻഡൽ ഉണ്ടെങ്കിൽ 68 കിലോ വെച്ച് അരി കൊടുക്കണം. ഒരുപക്ഷെ ഇത്രയും മോശമായ ഒരു സാഹചര്യം കർഷകർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വലിയ കിഴിവ് ആവശ്യപ്പെടുന്നു മില്ലുകൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ നെല്ലെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പെട്ട വിലയ്ക്ക്, അതായത് എത്ര കിഴിവാണെങ്കിലും ഇത് കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കൃഷിയിടങ്ങളിലെല്ലാം നമുക്ക് കാണാനുള്ളത്. നമ്മളോടൊപ്പം കുറച്ച് കർഷകർ ഉണ്ട്. ഒരുപക്ഷെ ഇങ്ങനത്തെ അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 40 ചില്ലുവാനം വർഷമായി ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനൊക്കെ കൂടുതൽ കാലം ഞാൻ കാർഷിക മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും 13 കിലോ കിഴിവിന് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിന്ന് വന്ന് നെല്ല് അനലൈസ് ചെയ്ത് അവരുടെ റിപ്പോർട്ടും പ്രകാരം 13 കിലോ കിഴിവിന് ഞങ്ങൾ നെല്ല് കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണെന്നറിയാം, എടുക്കാൻ ആളുണ്ട്. ഇന്ന് 13 അല്ല 14 പറഞ്ഞാലും എടുക്കാൻ ആരുമില്ല. എത്ര ദിവസമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ കൊയ്തിട്ട് 19-ാം തീയതി അല്ലേ, ഒരു 10 ദിവസമെങ്കിലും ആയി ഞാൻ കൊയ്തിട്ട്. 3ാമത്തെ മറിച്ച് ചെയ്തിരിക്കുന്ന പയ്യ അത്രയ്ക്ക് കഷ്ടപ്പെടുകയാണ് കർഷകർ ഉണക്കാനായിട്ട്. ഇതിനൊരു മാറ്റം വന്നേ പറ്റത്തുള്ളൂ. എത്രയും വേഗം നെല്ലെടുത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറയാം. ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ നിലം കൊയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം 4 മണിക്കൂർ 5 മണിക്കൂർ വരെ എടുക്കുന്നവര് എന്ന് വെച്ചാൽ നെല്ല് അത്രയും ഇത് നിങ്ങൾക്ക് ചെലവും വരുന്നുണ്ട് വരികയാണ്. ആ നെല്ല് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് ഇച്ചിരി നനവന്നതാണ്. അത് പൂത്തു പോകാതിരിക്കാനും കിളുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ മറിക്കുന്നത്. അങ്ങനെ മറിച്ച് ഞങ്ങൾ ഇപ്പം ഇത് 4ാമത്തെ മറിയാണ്. അതിന് മാത്രം നമുക്ക് ജോലിക്കാരെ കിട്ടത്തില്ല. ജോലിക്കാരെ കിട്ടാൻ ഒരു സാധ്യതയില്ല. നെല്ലെടുക്കാൻ തുടങ്ങുമ്പം ഇവർ അന്നാപ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് ഈ നെല്ല് കൃഷിക്കാരുടെ നെല്ലിപ്പം ഇവർ എടുക്കുമ്പോൾ ഈ വള്ളക്കാർക്കില്ലേ 40 രൂപ കൊടുക്കണമെങ്കിൽ 35 രൂപ ഇവിടെ കൊടുക്കത്തുള്ളൂ. ആര്? ഏജന്റ്. ചുവട്ടുകൂലി 45 കൊടുക്കണം, 40 കൊടുക്കുക. ഈ 10 രൂപ കൃഷിക്കാരനെ അവർ അടിച്ചു മാറ്റും. പിന്നെ ഈ വാശി എടുക്കുന്നില്ല. എത്ര നെല്ല് അവിടെ ആർക്കും അറിയത്തില്ല. ഇവിടുന്ന് വാശി എടുത്തോണ്ട് പോകും.
അപ്പൊ എത്ര രൂപ കൃഷിക്കാരൻ ഇവർ അടിച്ചു മാറ്റുന്നത്? ഏതെല്ലാം അടിക്കുന്നത്? ഇത് വീടുകളുടെ ഒരു സാഹചര്യമാണെങ്കിൽ ഇവര് ഇപ്പോ നമ്മളിവിടെ എത്തുമ്പോൾ ഇവർ പാടശേഖരത്തിലേക്ക് നോക്കി ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. പാടശേഖരങ്ങൾ ഇനിയും കാണാനുണ്ട്. ഇത് കരയാണെങ്കിൽ വെള്ളത്തിൽ നെല്ല് സൂക്ഷിക്കുന്ന കർഷകരെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അവരുടെ പാടശേഖരങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. വീടുകളുടെ മുൻവശത്ത് മുഴുവൻ സംഭരണശാലകൾ പോലെ നെല്ല് കർഷകർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാടശേഖരങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇത് പാടശേഖരങ്ങളുടെ ദൃശ്യങ്ങളാണ്. അതായത് ഇവിടെ എല്ലാം ഈർപ്പമയം ഉള്ള ഇടങ്ങളാണ്. മഴ അല്പം തോർന്നു നിൽക്കുന്നെങ്കിലും വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഈ കാണുന്നത് പോലെ ഇത്തരത്തിൽ പാടശേഖരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെറിയ ടർപോളിൻ ഷീറ്റുകൾ വിരിച്ചിട്ട് നെല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെല്ല് സൂക്ഷിച്ചിരിക്കുവാണല്ലേ? അതെ, സൂക്ഷിച്ചിരിക്കുക. എന്താ ഒരു സാഹചര്യം? എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കരക്ക് കയറ്റി ഇടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കരക്കെല്ലാം നെല്ലാണ്. ഇപ്പം ഇത് ഞങ്ങളുടെ കണ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മഴ ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇത് വെള്ളത്തിൽ തന്നെ പോകും. അതുകൊണ്ട് അടിയന്തരമായി എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തന്ന് ഞങ്ങളെ ഇതിനകത്ത് രക്ഷിക്കണം. ഇതാണ് അവസ്ഥ. അവരുടെ കർഷകരുടെ വലിയ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കിടക്കുന്നത് എന്നുള്ളതാണ്. സംഭരണശാലകൾ എവിടെയും ഇല്ല എന്നുള്ളതാണ്. സർക്കാർ ഇത് കാണണം. കാരണം കർഷകരുടെ ഇത്രയും കാലത്തെ അധ്വാനമാണ് ഈ കിടക്കുന്നത്. ദിവസവും ഇങ്ങനെ അവര് നെല്ലിന് കാവലിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാടശേഖരങ്ങളിലുള്ളത്. വളരെ ഇവരുടെ അവസ്ഥ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ എത്ര ദിവസം ഇങ്ങനെ ഉണക്കി ഇങ്ങനെ പോകും? അത് പോകാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നെല്ലെടുക്കുക, ഞങ്ങളെ സഹായിക്കുക. ഒരു ഞാൻ പറയട്ടെ, ജീവിതം എങ്ങനെയുണ്ട്? എത്ര വർഷമായിട്ട് കാർഷിക മേഖലയിലുള്ള ആളാണ്? ഒരു 50 വർഷത്തോളമാണ് കാർഷിക. ഇപ്പൊ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? വളരെ കഷ്ടപ്പാട്. വലിയ കഷ്ടപ്പാടാണ്. ഇപ്പൊ കൃഷി കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല. നെല്ലെടുക്കത്തുമില്ല. ഞങ്ങൾ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ഉണക്കിയൊക്കെ സൂക്ഷിക്കണം. ഇന്ന് തന്നെ ഇപ്പം നെല്ല് കൊയ്തുകൊണ്ട് വന്നിട്ട് ഒത്തിരി പ്രാവശ്യം ഇത് ഉണക്കേണ്ടി വന്നു. അതെല്ലാം ഞങ്ങൾ ഈ പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ വലിയ കഷ്ടതയാണത്. നിങ്ങൾ സഹായിക്കാൻ ഒക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നെല്ലെടുത്ത് സഹായിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ? ലോൺ എടുത്താണ് ഇത് എടുക്കുന്നത്. പിന്നെ പകുതിയാകുമ്പം നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞാലും ഒന്നിനും നേരം പറ്റില്ല. പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഈ ലോണിൻ്റെ പലിശ അടച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും ലോൺ ഞങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് കൃഷി ഇറക്കുന്നത്. പ്രതീക്ഷയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷമത്തിലാക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യവും ഇറങ്ങും, അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് വരും. നഷ്ടമാണ്. ആ നഷ്ടത്തിൽ നിന്ന് കൃഷി ഇറക്കേണ്ട സമയമാകുമ്പോൾ അതെല്ലാം മറന്ന് ഇനിയും കിട്ടും, നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ ആ വിചാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം അസ്ഥാനത്ത് ആവുകയാണ്. ഇത്രയും ദിവസത്തെ ഒരു സാമ്പത്തികമായി തന്നെ ഇത്രയും ദിവസത്തെ ഒരു ഡിലേ അവരെ സാമ്പത്തികമായി തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സർക്കാർ ഈ സാഹചര്യം കാണാതെ പോകരുത്. കാരണം ഓരോ ദിവസവും ഇപ്പോൾ നമ്മൾ സംസാരിച്ചവർ പറഞ്ഞ 5000-ഓളം രൂപ കൂലി ഇനത്തിൽ തന്നെ ഇത് ഉണക്കാൻ തന്നെ കർഷകർക്ക് കരുതേണ്ടി വരുന്നു, കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആരും വലിയ സാമ്പത്തികമുള്ളവരല്ല എന്നുള്ളതാണ്. ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ വളരെ വിഷമതകൾ നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇത്രയും പാടുപെട്ടുണ്ടാക്കി വെച്ചിട്ട് ഇതാ അവസ്ഥ. ഇത്ര ഒരു 10-15 വർഷമായിട്ട് ഇത്രയും ദയനീയമായൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.
അതാണ് കേൾക്കേണ്ടത്. അതായത് ഇത്രയും വർഷക്കാലം ഈ കൃഷിയിടത്തിൽ കർഷക തൊഴിലാളികളുടെ ഒപ്പം ജോലിയെടുക്കുന്ന തൊഴിലാളികളാണിവർ. ഇവർ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ദയനീയമായ ഒരു സാഹചര്യം കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് സർക്കാരാണ് ഇത് കേൾക്കേണ്ടത്. കർഷകരുടെ വിലാപമാണ് ഈ പാടശേഖരങ്ങളിൽ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അവരുടെ കണ്ണീര് വീണ, അതായത് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന സർക്കാർ ഈ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാനാവില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ പാടശേഖരങ്ങളിൽ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് കൂടി. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ദ്വീപ് മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങി വ്യോമസേന. ഇതിന്റെ ഭാഗമായി മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം ഒരുങ്ങും. ആയുധങ്ങളും മരുന്നും എത്തിക്കാൻ ശേഷിയുള്ള മൾട്ടിപർപ്പസ് ഡ്രോണുകൾ ദ്വീപ് മേഖലകളിൽ കൂടുതലായി വിന്യസിക്കുമെന്നും എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാജ്യത്തെ ദ്വീപ് മേഖലകളിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് നിർണായക നീക്കത്തിന് വ്യോമസേന തയ്യാറെടുക്കുന്നത്. നിലവിൽ ഒരു വിമാനം മാത്രം ഇറങ്ങാൻ കഴിയുന്ന മിനിക്കോയ് ദ്വീപിൽ പുതുതായി വിമാനത്താവളം നിർമ്മിക്കുമെന്നും എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. The first part in terms of what is the capacity enhancement we are looking, as you already aware that Agati is the only airfield that we have. So there is an expansion plan for that airfield to ensure that we are able to accommodate bigger aircrafts, have some limited tarmac space so that the current limitation of having only one aircraft going at a time is not there. We also have to increase our surveillance capability. So we are already deploying certain radars in those areas. We are also going to develop another airport at Minicoy. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡ്രോണുകളും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിന്യസിക്കാനാണ് തീരുമാനം. 30 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള തമിഴൻ കാർഗോ ഡ്രോൺ, 50 കിലോ ഭാരം വഹിച്ച് 20 കിലോമീറ്റർ വരെ പറക്കുന്ന മിസ്റ്ററൽ സൊല്യൂഷൻസ് ഡ്രോൺ, ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ ആം ഡ്രോൺ, 50 മുതൽ 200 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയും 50 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഐഡിയ ഫോർജ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ആധുനിക ഡ്രോണുകളും വ്യോമസേനയുടെ നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയപാത 66-ൽ രാമനാട്ടുകര പൊന്നാനി മേഖലയിൽ വെട്ടിച്ചിറയിലാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ. ടോൾ പ്ലാസ ഒഴിവാക്കി കടന്നുപോകാൻ 5 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് വഴികൾ ഒന്നുമില്ല. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ടോൾ പ്ലാസയ്ക്ക് 3 കിലോമീറ്റർ അകലെ പുത്തരത്താണിയും വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 2 കിലോമീറ്റർ അകലെ കഞ്ഞിപ്പുരയിലും മാത്രമാണ് എക്സിറ്റ് പോയിന്റ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ യു ടേൺ എടുക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർ പോലും ടോൾ നൽകേണ്ടതായി വരും. ഈ മാസം പകുതിയോടെ ടോൾ ഈടാക്കി തുടങ്ങുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ മേഖലയിൽ നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിർമ്മാണം 90% പൂർത്തിയാക്കിയ ദേശീയപാത 66-ലെ രാമനാട്ടുകരയ്ക്കും പൊന്നാനിക്കും ഇടയിലുള്ള ടോൾ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളാഞ്ചേരി വെട്ടിച്ചിറയിലാണ് മലപ്പുറം ജില്ലയിലെ ഈ ടോൾ ബൂത്ത്. എന്നു മുതൽ ഈ ടോൾ ബൂത്ത് പ്രവർത്തനം തുടങ്ങുമെന്നോ എത്ര രൂപയായിരിക്കും ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ നൽകേണ്ടി വരിക എന്നോ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ടോൾ ബൂത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് കോഴിക്കോട് ഭാഗത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും എക്സിറ്റ് പോയിന്റുകൾ ഇല്ല എന്നുള്ളതാണ്. ഒരു വാഹനം പുത്തനത്താണിയിൽ നിന്നും ഹൈവേയിലേക്ക് കയറിയാൽ ടോൾ ബൂത്തിലൂടെ കടന്നു പോയേ തീരൂ. അതിനു മുൻപ് അവർക്ക് പുറത്തിറങ്ങാൻ മറ്റൊരു വഴിയില്ല. ഇനി തിരിച്ച് വളാഞ്ചേരി ഭാഗത്തുകൂടെ വരികയാണെങ്കിലും അതാണ് അവസ്ഥ. കഞ്ഞിപ്പുരയാണ് ആ ഭാഗത്തുള്ള ഏക എക്സിറ്റ് പോയിന്റ്. ചുരുക്കം പറഞ്ഞാൽ മറ്റ് ടോൾ ബൂത്തുകളെ സംബന്ധിച്ച് പാലിയേക്കര ആവട്ടെ മറ്റിടങ്ങളിലാവട്ടെ അവിടെയെല്ലാം തന്നെ ടോൾ ബൂത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നിലധികം എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ വെട്ടിച്ചിറ ടോൾ ബൂത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും എക്സിറ്റ് പോയിന്റുകളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുവഴി കടന്നു പോകുന്നവരെല്ലാം
ടോൾ കൊടുത്ത് കടന്നു പോയേ മതിയാകൂ. പുത്തനത്താണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ കോഴിക്കോട് ഭാഗത്ത് 3 കിലോമീറ്റർ അകലെ. ഈ പോയിന്റാണ് ഇവിടുത്തെ ഏക എക്സിറ്റ്. ഈ വഴിയിലൂടെ പുറത്തു കിടന്ന് സർവീസ് റോഡിലൂടെ കടന്നുപോയാൽ വെട്ടിച്ചിറയിൽ നിന്നും കാടാമ്പുഴ വഴി കാവുംപുറത്തൂടെ വളാഞ്ചേരിയിലെത്താൻ കഴിയും. അതല്ലെങ്കിൽ ഈ വഴി പുറത്തു കടന്നില്ലെങ്കിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോയേ തീരൂ. കാരണം പിന്നെ ഒരു തിരിച്ചുപോക്കില്ല, വാഹനം തിരിച്ച് മറ്റൊരു വഴിയിലൂടെ കടന്നു പോകാനും സാധിക്കില്ല. ഇതാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് മുൻപുള്ള ഏക എക്സിറ്റ് പോയിന്റ് കോഴിക്കോട് ഭാഗത്ത് വരുന്നവർക്കുള്ളത്. ദേശീയപാത 66 കഞ്ഞിപ്പുരയിലെ എക്സിറ്റ് പോയിന്റ് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ് ടോൾ പ്ലാസ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇതൊരു എൻട്രി എക്സിറ്റ് പോയിന്റ് ആണ്. അതായത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് പുറത്തു കിടക്കാനുള്ള ഏക വഴിയും ഇതുമാണ്. അതിനൊപ്പം തന്നെ വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കടക്കുന്ന വഴിയും ഇതാണ്. അപ്പോൾ ഒരു അപകട മേഖല കൂടിയാണ് ഈ ഒരു കഞ്ഞിപ്പുരയിലെ എൻട്രി എക്സിറ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു മേഖല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വട്ടപ്പാറയിലെ പുതിയ ഹൈവേ കടന്നു പോകുന്ന വഴി അവിടെ പുതിയ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് എൻട്രി എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു മേഖല മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ദേശീയപാതയിൽ ഇവിടെ നിന്നും ഈ സർവീസ് റോഡിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ടോൾ പ്ലാസ വഴി മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. നിലവിലെ സംവിധാനത്തിന് കീഴിൽ കോടികൾ മുടക്കി റോഡ് നിർമ്മിക്കുന്നവർക്ക് ചുങ്കം ഈടാക്കാനുള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നുമാണ്. പക്ഷേ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. അത് നിഷേധിക്കുന്നത് സാങ്കേതികമായിട്ടാണോ മനഃപൂർവ്വമായിട്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതൊരിക്കലും ടോൾപാതയ്ക്ക് എതിരായിട്ടുള്ള ഒരു ചിത്രീകരണമല്ല, മറിച്ച് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി രാവിലെയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. ന്യൂസ് 18 പാലക്കാട് ബ്യൂറോ ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിന് ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ്. പ്രജിത്തിന്റെ മാതാപിതാക്കൾ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. 45ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പാലക്കാട് കോങ്ങാടുള്ള മാണിക്കനും വിജയത്തിനും ആശംസകൾ നേരുകയാണ് ന്യൂസ് 18. ദമ്പതികളുടെ മകൾ ജിഷ, മരുമക്കളായ രമേശ്, ലിജി, കൊച്ചുമക്കളായ അനശ്വർ, ഗണശ്യാം, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ ദിനത്തിൽ ഇരുവർക്കും ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ന്യൂസ് 18 കുടുംബത്തിന്റെ ആശംസകൾ രണ്ടുപേരെയും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.